ഹായ്, ECBS നിയോ ട്യൂട്ടോറിയൽസിൽ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ഒരു പർച്ചേസ് എൻട്രി അതുപോലെ പർച്ചേസ് റിട്ടേൺ എൻട്രി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. പർച്ചേസ് എൻട്രി ചെയ്യുന്നതിന് മുകളിലെ ക്വിക്ക് ലോഞ്ച് റിബൺസിൽ പർച്ചേസ് അതുപോലെ പർച്ചേസ് റിട്ടേൺ എന്നുള്ള ബട്ടൺസ് അവൈലബിൾ ആണ്. അതുപോലെ ഇൻവെൻട്രിയിൽ ട്രാൻസാക്ഷൻ, പർച്ചേസ് ഇൻവോയ്സ് ആൻഡ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് ഇൻവോയ്സിൻ്റെ ഷോർട്ട് കീ F4 ആണ്. പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വൗച്ചർ സെലക്ടർ എന്നുള്ള ഓപ്ഷൻ വരും. പർച്ചേസ് ചെയ്യുന്നത് ലോക്കൽ ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലുള്ള ലോക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ B2B പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള B2B സെലക്ട് ചെയ്യാം. B2B ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പർച്ചേസ് എൻ്റർ ചെയ്യുന്നതിനുള്ള വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ മുകളിൽ നമുക്ക് ഇൻവോയ്സ് നമ്പർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പർച്ചേസ് ചെയ്യുന്ന എംപ്ലോയിയുടെ പേര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ലിസ്റ്റിൽ വരും. പർച്ചേസ് ചെയ്യുന്ന എംപ്ലോയിൻ്റെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാർട്ടിയെ ചൂസ് ചെയ്യുക. ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ആ പാർട്ടിയെ ചൂസ് ചെയ്യുക. ഇനി ഈ ലിസ്റ്റിൽ ഇല്ലാത്തൊരു പാർട്ടിയാണെങ്കിൽ പുതിയ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പാർട്ടിയെ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പർട്ടിക്കുലർ ഐറ്റം ഏതാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത എല്ലാ ഐറ്റംസും ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തൊരു പുതിയ പ്രൊഡക്റ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സിൽ പോയി ആ പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കോഡ് യൂസ് ചെയ്ത ഐറ്റം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് യൂസ് ചെയ്ത് നമുക്കൊരു ഐറ്റം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ പേര് യൂസ് ചെയ്ത് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൺഫ്ലവർ ഓയിൽ മുമ്പ് ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ആ പ്രൊഡക്റ്റ് സെലക്റ്റായി. അതിനുശേഷം അത് എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. ഇതിനുശേഷം വരുന്നൊരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇവിടെ കീബോർഡിലെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ്, അതായത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ യൂണിറ്റ്സിലാണ് ഈ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ 10 ബോക്സ് ആണെങ്കിൽ ബോക്സ്, അല്ലെങ്കിൽ പാക്ക് ആണെങ്കിൽ പാക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 10 ബോക്സ് പർച്ചേസ് ചെയ്യുന്നു. ക്വാണ്ടിറ്റിയിൽ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിൻ്റെ യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത് വരിക. ഇപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് പ്രൈസ് ലിസ്റ്റിൽ ഡിഫോൾട്ടായിട്ട് വരും. ഇനി അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്യാം. ഇത്രയും സെലക്ട് ചെയ്യുന്നതോടുകൂടി ഐറ്റം സെലക്റ്റായി. മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് അടുത്ത ലൈനിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്ത് അടുത്ത ലൈനിൽ നമുക്ക് അടുത്ത ഐറ്റം എൻ്റർ ചെയ്യാം. ഇതുപോലെ ഐറ്റംസ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കൽ നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയർ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം അത് ഏത് വെയർ ഹൗസിലേക്കാണ് എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡിഫോൾട്ടായിട്ട് പ്രൈമറി വെയർ ഹൗസ് മാത്രമായിരിക്കും. മൾട്ടിപ്പിൾ വെയർ ഹൗസസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചൂസ് ചെയ്താൽ മതി. ഇൻവോയ്സ് സേവ് ചെയ്യുന്നതിന് മുമ്പ് റെഫറൻസ് നമ്പർ എന്നുള്ളത് മാൻഡേറ്ററി ആണ്. B2B ഇൻവോയ്സ് ആകുമ്പോൾ റെഫറൻസ് നമ്പർ കൊടുക്കുക. അതായത് ആ സപ്ലയർ ചെയ്തിട്ടുള്ള ഇൻവോയ്സിൻ്റെ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. എക്സാമ്പിൾ റെഫറൻസ് നമ്പർ കൊടുത്തു. ഇനി റെഫറൻസ് ഡേറ്റിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ റെഫറൻസ് ഡേറ്റ് ചേഞ്ച് ചെയ്യാം. ഇത്രയും ചെയ്ത് സേവ് ചെയ്യുന്നതോടുകൂടി ആ ഒരു പർച്ചേസ് ഇൻവോയ്സ് സേവായി. ഇവിടെ പുറകിലേക്കുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻവെൻട്രിയിലെ റിപ്പോർട്ട്സിലോ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ഇനി ഈ പർച്ചേസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും സേവ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ 10 അല്ല 9 പീസാണ്. മിസ്റ്റേക്കിലെ 10 അടിച്ചാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ കഴിയും. ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. മുകളിലുള്ള പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. B2B ലോക്കൽ എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻ്റർനാഷണൽ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. B2B ആണെങ്കിൽ B2B സെലക്ട് ചെയ്യാം. അതിനുശേഷം സെയിം നമ്മൾ പാർട്ടിയെ സെലക്ട് ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു പർച്ചേസ് റിട്ടേണിലേക്ക് ആ പർച്ചേസിൽ റിട്ടേൺ ചെയ്യാം. ഇനി ലോഡ് ആൻഡ് മോറിൽ നമുക്ക് ക്രിയേറ്റ് ഇൻവോയ്സ് ഫ്രം അതർ വൗച്ചർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പർച്ചേസിനെ നമുക്ക് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ആ പർച്ചേസ് ഐറ്റം എൻ്റർ ചെയ്യുക, ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക, അതിനുശേഷം സേവ് ചെയ്യാം. ക്വാണ്ടിറ്റിയിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു 3 ബോക്സാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ 3
എന്ന് സെലക്ട് ചെയ്ത് സ്പേസ് ബാർ പ്രസ് ചെയ്ത് ബോക്സ് സെലക്ട് ചെയ്ത് യൂണിറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് മുമ്പ് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യാൻ കഴിയും.